നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. നമ്മളുടെ ഇന്നത്തെ വിഷയം മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളുമാണ്. പെയ്താലും പെയ്തില്ലെങ്കിലും പഴി കേൾക്കേണ്ടി വരുന്നത് മഴയ്ക്ക് തന്നെയാണല്ലോ. പൊതുവെ മഴക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ കാലമാണ്. അതിശക്തമായ ചൂടിൽ നിന്നും മഴയിലേക്കുള്ള പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം, അത് കാലാവസ്ഥയിൽ മാത്രമല്ല നമ്മളുടെ ശരീരത്തിലും അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. ജലത്തിൽ കൂടിയും കൊതുകുകൾ പരത്തുന്നതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒഴുകാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ വെള്ളം മാലിന്യങ്ങളെയും അണുക്കളെയും ഒരുപോലെ വഹിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. പലതരത്തിലുള്ള പനികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, ഇങ്ങനെ ഒരുപാട് തരം പനികൾ ഈ സമയത്ത് പൊട്ടിപ്പുറപ്പെടും. വൈറൽ പനി ഉൾപ്പെടെ ഛർദി, വയറിളക്കം, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നു. ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും തന്നെയാണ് ഒന്നാമത്തെ കാര്യം. പഴയതും തണുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക, അതും ചെറു ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. ജങ്ക് ഫുഡ്സും ഓയിലി ഫുഡ്സും ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. കുടിക്കാനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കൊത്തമല്ലി, പതിമുഖം, കരിങ്ങാലി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ആഹാരം പാകം ചെയ്യുമ്പോൾ തോരനോ കറികളോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞളും കുരുമുളകും ഒക്കെ ഉപയോഗിക്കാം. ശുദ്ധമായിട്ടുള്ള തേന് ഓരോ സ്പൂൺ വീതം കുടിക്കാൻ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി കുടിക്കാം. ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുള്ളൊരു പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്തിട്ട് സേവിക്കാം. പച്ചമഞ്ഞളിൻ്റെ നീര് ഒരു 2 ടീസ്പൂൺ, ഒരു നുള്ളു കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ശുദ്ധമായിട്ടുള്ള തേനും കൂടെ മിക്സ് ചെയ്ത് കുടിക്കാം. അല്ല എങ്കിൽ ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്തിട്ടാണെങ്കിലും കുടിക്കാം. പിന്നെ കുടിക്കാൻ ചുക്ക് കാപ്പി ഉപയോഗിക്കാം. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം. കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എവിടെയെങ്കിലും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴുക്കി വിടുക. നനഞ്ഞതോ ഈർപ്പമുള്ളതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കൊറോണ കാലത്ത് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിരുന്നോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാം. പുറത്തുനിന്നും വെള്ളം, ജ്യൂസ് ഇതൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കാം. കാരണം ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കരുതാം. പുറത്തുനിന്ന് നോൺ വെജൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാം. ഇത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പനിയുടെ ഒരു കാലം കൂടിയാണ്. നമ്മൾക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല. പക്ഷിപ്പനിയുടെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ട പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞിട്ടുമുണ്ട്. ജലദോഷമൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ ആവി പിടിക്കാം. ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട വെള്ളം, മഞ്ഞൾ വെള്ളമൊക്കെ ഉപയോഗിക്കാം. ഏതെങ്കിലും കഷായക്കൂട്ടൊക്കെ വീട്ടിൽ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. പശുവിൻ്റെയൊക്കെ പാൽ ഉപയോഗിക്കുന്നത് ബോയിൽ ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് കൂടുതൽ സമയം ബോയിൽ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. സന്ധ്യാസമയത്ത് വീട്ടിൽ പുകയ്ക്കാൻ വേണ്ടിയിട്ട് കുന്തിരിക്കം, മഞ്ഞൾ, അരിവേപ്പില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് പുകയ്ക്കാം. അപരാജിത ധൂപചൂർണം എന്ന് പറഞ്ഞിട്ട് വൈദ്യരത്നത്തിൽ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ച് പുകയ്ക്കാം. അല്ലെങ്കിൽ അഷ്ടഗന്ധപ്പൊടി കിട്ടും, അതും മേടിച്ചാണെങ്കിലും പുകയ്ക്കാം. ഇത്രയും കാലം നല്ല ചൂടായിരുന്നതുകൊണ്ട് എല്ലാവരും ധാരാളം വെള്ളം കുടിച്ചിരുന്നു. പക്ഷേ മഴക്കാലമാകുമ്പം എല്ലാവർക്കും ദാഹം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് വെള്ളം കുടിയും കുറവായിരിക്കും. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ ഈ മഴക്കാലത്തും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ധാരാളം വെള്ളവും കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. ഇതുവഴി മൂത്രത്തിൽ കൂടെയൊക്കെ ടോക്സിൻസ് പുറത്തു പോകാനും സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പനിയോ വയറിളക്കോ ഛർദിയോ എന്ത് തന്നെയാണെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ വീട്ടുചികിത്സ കൊണ്ടിരിക്കാതെ ആരോഗ്യപ്രവർത്തകരെ കാണുക. ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാം.